ഞാൻ പേഴ്സണലി ഒരാളെയും ജഡ്ജ് ചെയ്യില്ല. എനിക്കൊരു ഉറപ്പുമില്ലല്ലോ അത് ചെയ്തതിന് പിന്നിൽ പുള്ളിയാണോ എന്നുള്ളത്. ആർക്കും ഇല്ലല്ലോ. ഇപ്പോൾ പറയുന്ന ആർക്കാ ഉള്ളത്? അങ്ങനെ ഒരാളെ എങ്ങനെയാണ് ജഡ്ജ് ചെയ്യാൻ പറ്റുന്നത്? അത് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് പോലും അല്ല. ബിക്കോസ് ഞാൻ ലോജിക്കാണ് ചോദിക്കുന്നത്, റീസണാണ് ചോദിക്കുന്നത്. ഈസ് ഇറ്റ് റീസണബിൾ ടു ഗോ അഗൻസ്റ്റ് എ മാൻ ഹു ഹാസൻ ബീൻ പ്രൂവൺ ഗിൽറ്റി? നോ, ഇറ്റ് ഈസ് നോട്ട്. അത് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് അവിടെ വരുന്ന പോലുമില്ല പിക്ചറിൽ. അങ്ങനെ ജഡ്ജ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു വേർഡിക്റ്റ് വരട്ടെ. വേർഡിക്റ്റ് വന്നാൽ നമുക്ക് ഇതിൻ്റെ ഉത്തരം ഞാൻ ക്ലിയർ ആയിട്ട് പറയാം. പക്ഷെ വേർഡിക്റ്റ് വരാത്തിടത്തോളം കാലം അന്നും ഇന്നും ഞാൻ പറയുന്നത്. അതെ അതെ, വേർഡിക്റ്റ് വന്നാൽ മാത്രമേ നമ്മൾ ഒരാളെ കുറിച്ച് എന്തെങ്കിലും പറയാൻ പറ്റൂ. എഗെയിൻ ഇപ്പോൾ അത് ചെയ്യുന്നുണ്ട്. അന്ന് ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ദിലീപിൻ്റെ അഗൻസ്റ്റ് ആയിട്ടുള്ള കേസ് അന്നുണ്ടായിരുന്നു. അപ്പോൾ അന്നൊരു ബോയ്ക്കോട്ട് കോൾ ഉണ്ടായിരുന്നു. എഗെയിൻ ആ സിനിമ കാണരുതെന്ന് പറഞ്ഞൊരു കോൾ ഉണ്ടായിരുന്നു. ഭയങ്കര ഒരു ഹോസ്റ്റൈലായിട്ടുള്ളൊരു ഓഡിയൻസ് ഭയങ്കര സ്കെപ്റ്റിക്കലായിട്ട് വന്ന് കാണുകയും പിന്നെ അങ്ങനെ അവരുടെ ഓഡിയൻസിന് മുമ്പിൽ പെട്ടെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു എക്സ്പെരിമെൻ്റൽ ഫിലിമാണത്. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ആദ്യത്തെ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോഴാണ് അതിനുശേഷം അസോസിയേറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് നോ ഒരു പ്രോബ്ലം ഇല്ല. അതാണ് ഞാൻ പറഞ്ഞത്. ജഡ്ജ്മെന്റ് അക്യൂസേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഡസ് നോട്ട് അമൗണ്ട് ടു എ വേർഡിക്റ്റ്. പിന്നെ മാത്രമല്ല മാസ് വേർഡിക്ട്സ്, അതായത് ക്രൗഡ് മോബ് വേർഡിക്റ്റ് ആണ് പാസ് ചെയ്തുകൊണ്ടിരുന്നത്. ആ സമയത്ത് നമ്മൾ അതിന് ക്ലാപ്പ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അതിന് പുള്ളിക്ക് അഗൻസ്റ്റ് ആയിട്ട് നമ്മളിപ്പോൾ അന്ന് കൂവിയ ആൾക്കാരും ഒക്കെ അതിൻ്റെ കൂടെ നിൽക്കാൻ പറ്റില്ല. അല്ല, പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിന് ആർട്ട് ഓഫ് ഒരു വർക്ക് ഓഫ് ആർട്ട് അഡ്രസ്സ് ചെയ്യുമ്പോൾ ആ വർക്ക് ഓഫ് ആർട്ട് പൊളിറ്റിക്കലി കറക്റ്റ് ആവണമെന്നില്ല. അല്ല, വർക്ക് ഓഫ് ആർട്ടിലെ പറയുന്ന ഡെപ്പിക്ഷൻസ്, ഇപ്പോൾ ഒരു ക്യാരക്ടർ ഒരു കാര്യം പറഞ്ഞു, ആ ക്യാരക്ടറിനെ അടുത്ത ദിവസം ഒരു റീലാക്കി ഇട്ടിട്ട് ഇതിനെ എഴുതിയ എഴുത്തുകാരൻ ഒട്ടും പൊളിറ്റിക്കലി കറക്റ്റ് അല്ല എന്ന് പറയുന്ന ഒരു ശീലമുണ്ട് ഇപ്പോൾ. അതൊക്കെ ടോട്ടലി എന്താണ് അൺഎഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ഓഫ് വ്യൂ ആണ്. പിന്നെ മാത്രമല്ല ഒരു എക്സ്ട്രീംലി മോറലിസ്റ്റിക് ആയിട്ടുള്ളൊരു ഒരു പ്ലാറ്റ്ഫോമിൽ കയറി നിൽക്കുകയാണ് എല്ലാവരും. അതൊരു അബ്സല്യൂട്ട്ലി റോങ് സാധനമാണ്. നമ്മൾ ജീസസ് ക്രൈസ്റ്റ് പറഞ്ഞ പോലെ ഇതിൽ കുറ്റം ചെയ്യാത്തവർ കല്ലെറിയട്ടെ തെറ്റിയാത്തവർ കല്ലെറിയട്ടെ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് അതിനകത്ത്. ഹു ആർ വി ടു ജഡ്ജ് പീപ്പിൾ? പിന്നെ മാത്രമല്ല എന്താ പറയണ്ടേ, ഈ പറയുന്ന ആൾക്കാർ എത്രത്തോളം പൊളിറ്റിക്കലി കറക്റ്റാണ്, അത് അവർ അതൊരു ഇൻസ്റ്റന്റ് അപ്ലോസിന് വേണ്ടി പറയുന്നതാണോ എന്ന് ആർക്കറിയാം? സോ ഇറ്റ് ഈസ് ഓൾ അതെ, അത് വളരെ ഡൗട്ട്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. അപ്പം നമുക്കത് ചർച്ച ചെയ്യാവുന്ന ഒരു സാധനമായിട്ട് വരില്ല. കാരണം എന്ന് പറഞ്ഞാല് ഇരയായ ഒരു സ്ത്രീ അല്ല, അതിനെതിരെ ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ. അവരുടെ ഒരു ഭാഗം അവിടെ നിൽക്കുമ്പോൾ അവരുടെ ഭാഗം എന്താണ്? ആരോപണ വിധേയനായ ഒരാൾക്ക് കൂടുതൽ സ്വാതന്ത്ര്യം കൊടുത്തുകൊണ്ടുള്ള ഒരു നിലപാടെടുക്കുന്നു എന്നുള്ള. അല്ല, എങ്ങനെ വരും? ഞാനല്ലല്ലോ അത് ഡിസൈഡ് ചെയ്യണം. ഞാൻ എവിടെ സ്വാതന്ത്ര്യം കൊടുത്തു? ഈ സ്റ്റേറ്റ്മെന്റിൽ അത് എവിടെയെങ്കിലും റിഫ്ലക്ട് ചെയ്തോ? ഞാൻ പറഞ്ഞതിൽ ഞാൻ സ്വാതന്ത്ര്യം കൊടുത്തു എന്നോ അല്ലെങ്കിൽ ആ ഇരയുടെ വശം ശരിയല്ല എന്നോ? I absolutely respect her and her cause. But ഇത് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ഒരു ടോപ്പിക്കാണ്. വെദർ ഐ വിൽ വർക്ക് ഒരു ഹാഫായ ഒരാൾ ഒരു ആരോപണ വിധേയനായ ഒരാൾ ഇങ്ങനെ ഒരു കേസിൽ അങ്ങനെ ഒരാളിനെ ഞാൻ ജഡ്ജ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇറ്റ്സ് എ വെരി ലോജിക്കൽ റീസണബിൾ തിങ് ടു സേ. Till proven guilty, no one can judge anyone. I will not judge myself. ഇപ്പം സോഷ്യൽ മീഡിയ ഏതൊക്കെ ഏരിയാസിനാണ് ജഡ്ജ് ചെയ്യുന്നത് ആലോചിച്ച് നോക്കിയേ. സോഷ്യൽ മീഡിയയുടെ ഒപ്പീനിയൻ എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയ മോബ് ഒപ്പീനിയൻ ഭയങ്കര. പണ്ട് ഒപ്പീനിയൻ ലീഡേഴ്സായിരുന്നു, ഇപ്പോൾ ഒപ്പീനിയൻ മോബാണുള്ളത്. സോഷ്യൽ മീഡിയയിൽ ഇവർ ഓരോ കാര്യത്തിനെയും കുറിച്ചും ഇങ്ങനെ അബ്യൂസീവായിട്ടും എക്സ്ട്രീംലി വയലൻ്റ് ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് ഇവർ എത്രയൊക്കെ ജുഡീഷ്യറിയെ വരെ ചില ജഡ്ജ്മെൻറ്റ്സിനെ വരെ സോഷ്യൽ മീഡിയ പേടിയുണ്ടോ അവർക്ക്? ഇതെന്തായിരിക്കും നാളെ ഇതൊരു ഭയങ്കര അബ്യൂസീവായിട്ടുള്ളൊരു സാധനം എനിക്കെതിരെ വരുമോ എന്ന് എല്ലാ സ്ഥലങ്ങളിലും പേടിയോടുകൂടിയാണ് നിൽക്കുന്നത് ഇപ്പോൾ. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഇന്ത്യയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യ ഒരു യൂണി ഡയമെൻഷണൽ ആയിട്ടുള്ളൊരു കൾച്ചറല്ല.
അപ്പം നമ്മളെ പഠിപ്പിച്ചത് തൊട്ട് നമ്മളുടെ അടുത്ത് പറയുന്നത് ഡിവൈഡ് ആൻഡ് റൂൾ പോളിസി കൊണ്ടുവന്നത് ബ്രിട്ടീഷുകാരാണെന്നാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഇത് കേട്ടാൽ നമ്മളൊന്നുകൂടെ ആലോചിച്ചാൽ മനസ്സിലാവും, ബ്രിട്ടീഷുകാർ വരുന്നതിന് മുമ്പേ ഇവിടെ ഒരു രാഷ്ട്രമായിരുന്നു. they had divided and ruled. 780 സംതിങ് കിങ്ഡംസ് ആണ് അവർ വരുന്നതിന് മുമ്പ്. അവരാണ് ഇതിനെ യൂണിഫൈ ചെയ്തത് ഒരു പൊളിറ്റിക്കൽ എൻറ്റിറ്റി ആയിട്ട്. അപ്പോൾ ഇതിനകത്ത് നമ്മളൊരു കൾച്ചറൽ ഒരു യൂണിഡയമെൻഷണൽ കൾച്ചറോ ഒരു യൂണിഫൈഡ് കൾച്ചറോ ഇന്ത്യക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെ ഒരു കൾച്ചറൽ ഫാബ്രിക്കിലുള്ളൊരു രാജ്യത്തിന് ഒരു സാധനത്തിൻ്റെ പേരിൽ യൂണിഫൈ ചെയ്യാൻ നോക്കുന്നത് വലിയ സ്പ്ലിറ്റ്സ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഈ നമ്മുടെ ഈ കോൺഷ്യസ് ഫോൾട്ട് ലൈൻസിൽ, സോഷ്യൽ ഫോൾട്ട് ലൈൻസിൽ ഓൾറെഡി അത് തെളിയുന്നുണ്ട്. എല്ലായിടത്തും അത് തെളിഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഒറ്റ സാധനത്തിൻ്റെ ഒരു ഐഡൻറ്റിറ്റി, യൂണിഫോം ഐഡൻറ്റിറ്റി എന്ന് പറയുന്ന സാധനം കൊടുക്കാൻ നോക്കിയാൽ ഇന്ത്യയെ പോലൊരു നേഷൻ ഒരു സിവിൽ അൺട്രസ്റ്റിലോട്ട്, ഐ വോണ്ട് യൂസ് ദ വേർഡ് സിവിൽ വാർ ഫോർ എന്താണ് പോസിറ്റിവിറ്റി റീസൺസ്, ബട്ട് അതിൻ്റെ ചാൻസസ് ഉണ്ട്. നമ്മളിങ്ങനെ ഒരു സാധനം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. ഇപ്പോൾ ഹിന്ദിയുടെ കഴിയുന്ന സമയങ്ങളിലെല്ലാം ഹിന്ദി വേണം എന്ന് പറയുക. അപ്പോൾ അത് ഒരുപാട് സ്ഥലങ്ങളിൽ അതിനെ ഇഞ്ചുറി ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ദർ ഇസ് എ പോസിബിലിറ്റി ഇന്ത്യയുടെ ഫ്യൂച്ചറിന്. ഇപ്പോൾ യൂറോപ്പിൽ ഒരു മതമാണുള്ളത്, ക്രിസ്ത്യാനിറ്റി എന്ന് പറയും. പക്ഷേ ഈ ക്രിസ്ത്യാനിറ്റി എന്ന് പറഞ്ഞിട്ട് യൂറോപ്പിന് ഒരു നേഷനായിട്ട് കണക്കാക്കാൻ പറ്റില്ല. അവിടുത്തെ റീജിയണൽ ഐഡൻറ്റിറ്റീസ് ഉണ്ട്. ഇപ്പോൾ ഗ്രീക്ക് ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്, ജർമ്മൻ പ്രഷ്യൻ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്, ഫ്രഞ്ച് ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്, അതൊക്കെ ഭയങ്കര ബേസിക് ട്രൈബൽ ഐഡൻറ്റിറ്റീസ് എന്ന് വന്നിട്ടുള്ളതാണ്. അതുപോലെ തന്നെയാണ് ഇന്ത്യയും. USSR അഗെയിൻ അത് റിലിജിയൻ പോലെ. ഇപ്പോൾ യൂറോപ്പ് ഞാൻ പറഞ്ഞതിന് കാരണം, ഞാനിപ്പോൾ ഒരു മതം വെച്ചിട്ട് യൂണിഫൈ ചെയ്യാൻ നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഹിന്ദു എന്ന് പറയുന്ന ഒരു വേർഡ് ഉപയോഗിച്ച് ഇതിനെ യൂണിഫൈ ചെയ്യാൻ നോക്കുകയാണെങ്കിൽ ഇന്ത്യ ക്യാൻ ബി ഇക്വേറ്റഡ് വിത്ത് യൂറോപ്പ്. കാരണം ഒരു ക്രിസ്ത്യാനിറ്റി എവ്രിവെയർ, ഇറ്റ് ഇസ് ദെയർ എവ്രിവെയർ. ഇന്ത്യയിലും ഉണ്ട്. പക്ഷേ ഇതിനകത്ത് ഭയങ്കരമായ ഹ്യൂസിൽ വരെ ഡിഫറൻസ് ഉണ്ട്. ഈവൻ എമംഗ് ഹിന്ദുസ് ഹ്യൂസിൽ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഇതിനെല്ലാം ഭയങ്കര ഒരു വളരെയധികം ഒരു മെറ്റേണൽ ഫീലിങ്ങോടുകൂടി അല്ല ഇതിനെ ട്രീറ്റ് ചെയ്യുന്നതെങ്കിൽ ഇത് ക്രാക്ക് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. ക്രാക്ക് ചെയ്താൽ വി വിൽ ഓൾ ബി എന്താ പറയണ്ടത്, വി ഷുഡ് ഓൾ റിയലൈസ് ദാറ്റ്. പറയണല്ലേ, ഈ കക്ഷി രാഷ്ട്രീയത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ സാധാരണ കക്ഷി രാഷ്ട്രീയ കാര്യങ്ങളൊന്നും അഭിപ്രായം പറയാം. പക്ഷെ ഉമ്മൻചാണ്ടി മരിച്ച ദിവസം ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ്, അതൊരു ഇതായിട്ട് എനിക്ക് തോന്നി. സാധാരണ അതെ, ഞാൻ അങ്ങനത്തെ പോസ്റ്റ് ഒന്നും ഇടാറില്ല. അല്ല, എനിക്ക് ഒരു ഡെമോക്രസിയിൽ, പ്രത്യേകിച്ച് ഇന്ത്യയെ പോലൊരു ഡെമോക്രസിയിൽ, ഈ ആളുകളുടെ പ്രോബ്ലംസ് എന്ന് പറയുന്നതിനോട് ഒരു ഫ്രണ്ട്ലി ഇയർ കൊടുക്കുക എന്ന് പറയുന്നത് ഒരു സിമ്പിൾ കാര്യമായിട്ട് തോന്നുമെങ്കിൽ പോലും അതുപോലും ഇപ്പം കൈമോശം വന്നുപോയി. അതായത് ഇഫ് യു ആർ സ്മൈലിംഗ് അറ്റ് സംവൺ ആൻഡ് സെയിങ് തിങ്സ് വിൽ ബി ഫൈൻ, ഇത് തന്നെ ഒരു വലിയ കാര്യമാണ് ഇന്ത്യയിൽ ഇപ്പോൾ. തിങ്സ് വിൽ ബി ഫൈൻ, ഡോണ്ട് വറി എന്ന് പറയാനൊരാളുണ്ടെങ്കിൽ ആ ആള് വലിയൊരു കാര്യമാണ് ചെയ്യുന്നത്. അപ്പോൾ അത് അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നു എന്ന് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. മാത്രമല്ല ഒരു ബേസിക് പൊളിറ്റിക്കൽ ടെമ്പറമെൻ്റ് ഉണ്ട് ഈ വലിയ അലിഗേഷൻസിൻ്റെ ഇടയിലും. ഈ ഹേറ്റഡ് ഇല്ലാതെ, അറ്റ്ലീസ്റ്റ് പബ്ലിക് സ്പേസിലെങ്കിലും ഹേറ്റഡ് ഇല്ലാതെ പെരുമാറുക, അതൊക്കെ വലിയ കാര്യങ്ങളാണ് ഇന്ത്യയെ പോലത്തെ രാഷ്ട്രം. അപ്പോൾ ഇത്രയും വലിയ ഡിസ്പാരിറ്റിയും ഈ റിച്ച് വേഴ്സസ് പുവറും ഈ ഒരു കാസ്റ്റ് റിലീജിയസ് ഡിവൈഡ്സും ഒക്കെ ഉള്ളൊരു രാജ്യത്ത് ആൾക്കാർ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ പോകുമ്പോൾ, ഇഫ് യു ലുക്ക് അറ്റ് someone who is able to smile at you fully, and that's a big thing. അപ്പോൾ അതിൻ്റെ ഒരു എൻഡേഞ്ചർഡ് ആണ് ആ പൊളിറ്റിക്കൽ ലീഡേഴ്സിൻ്റെ സ്പീഷീസ് എൻഡേഞ്ചർഡ് ആണ്. അതിലൊരു ലാസ്റ്റത്ത് ടൈറ്റൻസ് എന്നുള്ള പോലെ ഒരു ഫീലിംഗ് ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് ഞാനത് ചെയ്തത്. കൾച്ചറൽ റെസിസ്റ്റൻസിന്റെ കാര്യം പറഞ്ഞപ്പോൾ കേരളത്തിൽ എല്ലാ നാളും ഡിസ്കസ് ചെയ്യുന്ന ഒരു സാധനമാണ്. എന്തെങ്കിലും ഒരു വിഷയമുള്ളപ്പോൾ കൾച്ചറൽ ആക്ടിവിസ്റ്റുകൾ, ലീഡേഴ്സ് അല്ലെങ്കിൽ ആക്ടേഴ്സ് ഒക്കെ റെസ്പോണ്ട് ചെയ്യണം, പ്രതികരിക്കണം. ഇയാള് പ്രതികരിച്ചില്ല, അപ്പോൾ അതുകൊണ്ട് അയാൾ സൈലന്റ് ആണ് എന്ന് പറയുന്നത് അത് എത്രത്തോളം കറക്റ്റ് ആണ്? അല്ല, അതാ പീപ്പിൾ വോണ്ട് ഡ്രാമ, അതുകൊണ്ടാണ് അത് പറയുന്നത്. അവർക്ക് ഇപ്പോൾ ആരാൻ്റെ അമ്മയ്ക്ക് ഭ്രാന്തി പിടിച്ചാലെന്ന് പറയുന്ന പോലത്തെ ഒരു സാധനമാണ്. അവർ പറയും, അവരൊരു അഭിപ്രായം പറയും, താഴെ വന്ന് കമൻറ്റ് സെക്ഷനിൽ നോക്കുകയാണെങ്കിൽ അയാളെ ഇനി വിളിക്കാനൊന്നും ഇല്ലാതെ തെറി വിളിക്കുക, അച്ഛനെ വിളിക്കുക, അമ്മയെ വിളിക്കുക, വീട്ടിലുള്ളവരെ മുഴുവൻ തെറി വിളിക്കുക.
അപ്പോൾ ഈ പറയുന്ന ആൾക്കാരല്ലോ ആക്ടേഴ്സ് ഷുഡ് റെസ്പോണ്ട്, അവർ ആക്ച്വലി ദേ വോണ്ട് ടു നോട്ട് റീഡ് ദ പോസ്റ്റ് ബട്ട് ടു സീ ദ കമൻറ്റ്സ്. അതിൻ്റെ ഡ്രാമ അൺഫോൾഡ് ചെയ്യുന്നത് അവർക്ക് കാണണം. അതെന്ന് പറഞ്ഞാൽ അബ്യൂസീവ് ഡ്രാമ കാണുമ്പോൾ ഉള്ളൊരു സേഡിസ്റ്റിക് ആയിട്ടുള്ളൊരു പ്ലഷർ ഒരുപാട് പേർക്കുണ്ട്. ഈ പൊളിറ്റിക്കൽ ഇതിൽ നമ്മൾ ഈ നെഗറ്റിവിറ്റി വിതച്ച് കൊടിയ അബ്യൂസ് കൊയ്യുന്ന ഒരു പരിപാടിയാണ് ഈ ബാക്കിയുള്ള ഇതിൽ കമൻറ്റ് ചെയ്യുക. നമുക്ക് യു ഡോണ്ട് ഹാവ് എനിത്തിങ് പോസിറ്റീവ് ടു കോൺട്രിബ്യൂട്ട്. ഞാനത് കുറേ നാളിന് മുമ്പ് നിർത്തിയൊരു കാര്യമാണ് ഈ കമൻറ്റ്സ് ചെയ്യാന്ന് പറയുന്നത്. അൺലെസ് യു ആർ ആസ്ഡ് യു ഡോണ്ട് ഹാവ് എനി റൈറ്റ് ടു കമൻറ്റ്. ഇപ്പോൾ പ്രത്യേകിച്ചും വലിയ വലിയ കുഴപ്പങ്ങളുണ്ടാക്കും. പിന്നെ അതിൻ്റെ പേരിലൊരു 3 ദിവസത്തേക്ക് നമ്മൾ ഉത്തരം പറയേണ്ട ഒരു അവസ്ഥ, അതിൻ്റെ ആവശ്യമില്ല. നമ്മളൊന്നും ഡിസിസീവ് അല്ലല്ലോ ഈ പോളിസി മേക്കിങ്ങിലോ. നമ്മൾ ചോദിച്ചാൽ പറയാം. എല്ലാത്തിലും അഭിപ്രായം പറയണമെന്നില്ലല്ലോ. അതെ. പിന്നെ പോസിറ്റിവിറ്റി ഭയങ്കരമായിട്ട് ഇപ്പം ഇല്ലാതെ ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആളുകളുടെ ഒരു വിൽ ടു ലിവ് അല്ലെങ്കിൽ ഈ അത് ആൾക്കാർ അഫക്റ്റഡ് ആണ്. അപ്പോൾ നമ്മൾ അതിൽ നെഗറ്റീവായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ട ഒരു കാര്യമില്ല. എല്ലാ രീതിയിലും നോയ്സിൻ്റെ ഇടയിൽ ആൾക്കാർ ജീവിക്കുന്നു. നമുക്ക് എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് സിനിമയിലൂടെ പറ്റുന്നിടത്തോളം കാലം ചെയ്യാം, എൻ്റർടൈൻ ചെയ്യാം, എന്തെങ്കിലും ഒരു ഇത് കൊടുക്കാം. മ്യൂസിക് ഇഷ്ടമുള്ള ആളാണല്ലോ, അതിനെപ്പറ്റി ഒരു സംശയം ചോദിക്കാൻ. ഇപ്പോഴത്തെ സിനിമകളിൽ പാട്ടുകൾ പതിയെ പതിയെ വാനിഷ് ചെയ്യുന്നു അങ്ങനെ തോന്നുന്നുണ്ടോ? സോങ്സ് ഇല്ല ഇല്ല, ആവശ്യത്തിന് സോങ്സ് ഉണ്ടാവുമല്ലോ. അല്ല അങ്ങനെയില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെയാണ് ഓരോ കാലത്തിനും അതിൻ്റെതായ സംഗീതമുണ്ട്. ഇപ്പം നമ്മൾ ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം എനിക്കിഷ്ടമുള്ള സോങ്സ് ഉണ്ട്, അത് ഇപ്പോഴത്തെ സോങ്സും എനിക്കിഷ്ടമാണ്. ഞാൻ പറയുന്നത് ഓരോ ഇവോൾവ് ചെയ്യും ഈ ടേസ്റ്റുകളൊക്കെ. എൻ്റെ മോളിൽ അല്ലെങ്കിൽ മോൻ അവനൊരു പഴയ കിഷോർ കുമാറിൻ്റെ ഒരു പാട്ട് കേട്ടിട്ട് നമ്മൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിരുന്ന ഒരു പാട്ട് എടുത്തിട്ട് മോളിലേക്ക് കൊടുത്താൽ മോനിലേക്ക് കൊടുത്താൽ ഒരു വെർ ഇസ് ദ മെലഡി ഇൻ ദിസ് മ്യൂസിക്, അത് നമുക്ക് ഭയങ്കര ഔട്ട്റേജസ് ആയിട്ട് തോന്നേണ്ട ആവശ്യമില്ല. അത് കുറച്ച് കഴിയുമ്പോൾ അടുത്ത ജനറേഷനിൽ അവർ പറയും ഈ പാട്ട് കൊള്ളാമെന്ന് പറയും, ഈ കിഷോർ കുമാറിൻ്റെ സോങ്. ഇതൊരു സർക്കിളാണ്. ഇപ്പോൾ പഴയ ബാബുരാജിൻ്റെയൊക്കെ പാട്ടുകൾ പഴയ റെക്കോർഡിങ് ക്വാളിറ്റിയിൽ ഇപ്പോൾ ഉള്ള ആളുകൾ കേട്ട് കഴിഞ്ഞാൽ ഒരു റെക്കോർഡിങ് ക്വാളിറ്റീസ് അത് കേൾക്ക് പോലുമില്ല. കുറേ പേരുണ്ട് അങ്ങനെ. അപ്പോൾ ക്വാളിറ്റി എന്ന് പറയുന്നത് നമുക്കിഷ്ടമുള്ളതും മാത്രമല്ല നമ്മുടെ ടേസ്റ്റ് ബഡ്സിന് നിരക്കാത്തതുമായിട്ടുള്ള കാര്യങ്ങളും നല്ലത് വരാം. എണ്ണം ഇപ്പം ഓഡിയോയ്ക്ക് വീണ്ടും വില കൂടി. വീണ്ടും ഇപ്പോൾ ഇതിലെ പാട്ടുകളൊക്കെ എനിക്കിഷ്ടമാണ്. നമ്മുടെ രോമാഞ്ചം ന്യൂ സൗണ്ട്സ് ആണ്. ന്യൂ സൗണ്ടിങ് ഉള്ള സോങ്സ് വരണം. BGM ഫോക്കസ്ഡ് ആയിരിക്കണം ബേസിക്കലി സിനിമ. നമ്മളതിനെ സോങ് ബേസ്ഡ് ആക്കി എന്നുള്ളതാണ്. എനിക്ക് സോങ് ആൻഡ് ഡാൻസ് റുട്ടീനുള്ള ഇന്ത്യൻ സിനിമകളും ഇഷ്ടമാണ്, എന്നാൽ അത് അവോയ്ഡ് ചെയ്യുന്ന സിനിമകളും ഇഷ്ടമാണ്. ഇതെല്ലാം ആവശ്യമാണ്. നമ്മൾ ലൈഫിൽ നമ്മൾ കാണുന്ന പോലെ തന്നെ വെറൈറ്റി ആർട്ടിലും വേണം. അപ്പോൾ അതാണ് പറയുന്നത്. ഓൾഡ് ന്യൂ എന്നുള്ള ഒരു വ്യത്യാസം ഞാൻ പറയില്ല. ന്യൂ എന്ന് പറയുന്നത് മോശമാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. അത് വളരെ നല്ല ഫിലിംസ് ഉണ്ടാകുന്നുണ്ട്, വളരെ നല്ല മ്യൂസിക്കും ഉണ്ടാകുന്നുണ്ട്. പഴയത് മോശമാണെന്ന് ഞാൻ പറയില്ല. പഴയതും വളരെ നല്ല ഇതാണ്. അപ്പോൾ നമ്മൾ യു ഹാവ് ടു ജസ്റ്റ് ഇവോൾവ് വിത്ത് ദ ടൈംസ്. മ്യൂസിക്കിലെ സ്വീറ്റ് വോയിസ് എന്നുള്ള ആ ഒരു ട്രെൻഡ് മാറിയിട്ടുണ്ട് അല്ലേ? ട്രെൻഡ് അല്ല, ആ ഒരു ഇൻസിസ്റ്റൻസ് മാറിയിട്ടുണ്ട് അല്ലേ? സ്വീറ്റ് ആയത് മാത്രമാണ്. അല്ല, ഇപ്പോൾ അർജിത് സിംഗ് ഒക്കെ ഭയങ്കര സ്വീറ്റ് അല്ലേ? വളരെ ഇൻഡിജിനസ് ആയിട്ടുള്ള റോ സിംഗിങ് ഉണ്ടായിരുന്ന ആൾക്കാരും ഉണ്ടായിരുന്നു, എക്കാലത്തും ഉണ്ട്, അതിപ്പോഴും ഉണ്ട്. അതെ അതെ. നമ്മളൊരു സർട്ടൺ എമൗണ്ട് ഓഫ് റിസപ്റ്റിവിറ്റി പോകുമ്പോഴാണ് നമുക്ക് ഈ ന്യൂ സാധനങ്ങളോട് അത് ശരിയല്ല എന്നാണ്. കാരണം നമ്മൾ ആ സമയത്ത് യങ്സ്റ്റേഴ്സ് ആയിരുന്ന സമയത്ത് നമ്മുടെ ടേസ്റ്റിനെ കുറിച്ച് പറഞ്ഞിരുന്നത് അതാണ്. ഈ ഏജിങ് പോപ്പുലേഷൻ ഇതൊന്നും കൊള്ളില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഇപ്പോൾ എ റഹ്മാൻ വന്ന സമയം എൻ്റെയൊക്കെ ടീനേജാണ്, 1991, 92. അന്ന് എന്താണ് മ്യൂസിക് ബോക്സ് പറഞ്ഞിരുന്നത്? എ ആർ റഹ്മാൻ ഭയങ്കര മോശമെന്നാണ് പറഞ്ഞിരുന്നത്. അത് ശരിയല്ലല്ലോ.